ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള ഐസ്ക്രീം റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 2 ചേരുവകൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈസിയായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുവാണ്. ഇപ്പോൾ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റ് കൂടെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റിയുടെ ഐസ്ക്രീം മിക്സാണ്. ഇത് ക്വാളിറ്റിയുടെ വാനില ഫ്ലേവറിൻ്റെ ഐസ്ക്രീം മിക്സാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 100 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ 100 ഗ്രാം ഐസ്ക്രീം മിക്സിന് ഒരു 1/2 ലിറ്റർ പാലാണ് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം മിക്സ് ചേർത്തതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം ലൂസ് അല്ലാത്തൊരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. ചൂട് മാറിയതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെക്കാനുള്ളൊരു സൗകര്യത്തിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. നമ്മുടെ ഐസ്ക്രീം മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് വെക്കുവാണ്. അപ്പോൾ 4 അവറാണ് നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ടത്. 4 അവർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രീസായിട്ടിരുന്ന ഐസ്ക്രീം മിക്സ് ചെറിയ പീസുകളാക്കിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന പാലും ഐസ്ക്രീം മിക്സും നന്നായിട്ടൊന്ന് മിക്സായി ഒരു ക്രീം സ്ട്രക്ചർ ആകാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഒരു മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതേ പാത്രത്തിലൊഴിച്ച് തന്നെ ഫ്രീസറിൽ വെക്കാം. ഒരു 4 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഇപ്പോൾ ഒരു 4 അവർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു തവിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ നന്നായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നട്ട്സോ ചോക്ലേറ്റോ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.